ഞങ്ങളെ പഠിപ്പിച്ചത്. ശത്രുക്കളോട് ക്ഷമിക്കാൻ പഠിപ്പിച്ച ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ സന്ദേശമാണ്. ശത്രുക്കളോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി മരിക്കാനും തയ്യാറായ ഒരു ദൈവത്തെ, അതായത് യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യപൂർവം ഏത് സ്ഥലത്തും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങൾ ധൈര്യപൂർവ്വം ഭയപ്പെടാതെ സുവിശേഷം പറയുന്നത്. ലോകത്തിൽ ഇത്ര മഹത്തായ ഒരു സന്ദേശമുണ്ടെങ്കിൽ, ഇത്രയ്ക്ക് ശക്തിവത്തായ ഒരു സന്ദേശമുണ്ടെങ്കിൽ, ജനഹൃദയങ്ങളെ സ്വാധീനിച്ച ഒരു സന്ദേശമുണ്ടെങ്കിൽ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രഘോഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം മാത്രം. അങ്ങനെ രോഗശാന്തികൾ നടക്കും. രോഗശാന്തികൾ അങ്ങനെയാണ് നടക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളെ പോലെയുള്ളവർ, അവർ വിളിക്കും, ഐസിയുവിൽ കിടക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അത്ഭുതകരമായ രോഗസൗഖ്യം മണിക്കൂറുകൾക്ക് അവിടെ സംഭവിച്ചു എന്ന് ഞങ്ങളെ വിളിച്ചറിയിക്കും. ഇതാ ഞങ്ങളുടെ പ്രത്യേകത. ആ വിശ്വാസത്തിന്റെ, ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പോയി ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷ പ്രാപിക്കും, അല്ലാത്തവൻ ശിക്ഷിക്കപ്പെടും. അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ വളരെ വേദനയോടെ യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, ഒരുവൻ പോലും നശിച്ചു പോകരുത്.